എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആളെ പറ്റിയാണ്. ആം, ഗുരുവായൂർ പോകുന്ന ആൾക്കാരും ആനപ്രേമികൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ആനയാണിത്. ഗുരുവായൂർ കേശവൻ എന്ന് പറയും. ഈ ആനയെ ഗജരാജൻ എന്നാണ് പറയാറുണ്ടായിരുന്നത്. അതായത് ആനകളുടെ ഒരു രാജാവ് പോലെ. അപ്പം കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ ഈ ആനയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ കേശവന് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. 1904 കേരളത്തിലെ നിലമ്പൂർ റീജിയൻ, അതായത് നിലമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു കാട്ടില് ഉണ്ടായ ഒരു ആനക്കുട്ടിയായിരുന്നു. ഒരു 10 വയസ്സായപ്പോഴാണ് നിലമ്പൂർ കോവിലകത്തെ ആൾക്കാര് ഈ ആനയെ അവരുടെ കൺട്രോളിലാക്കിയത്. നിലമ്പൂർ രാജാവിന്റെ അടുത്ത് അതിനെക്കാട്ടും മുന്നേ 11 ആന ഉണ്ടായിരുന്നു. അപ്പം ഗുരുവായൂർ കേശവൻ ശരിക്ക് 12ാമത്തെ ആനയായിരുന്നു. ആനയ്ക്ക് 10 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് നിലമ്പൂർ രാജാവിന്റെ ഒരു പാർട്ടായത്. അപ്പം ചെറുപ്പത്തിലെ തൊട്ട് ഈ ആനയ്ക്കൊരു സ്പെഷ്യൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതായത് ചെറുതാണെങ്കിലും ഭയങ്കര വലിപ്പവും ഭയങ്കര മെജസ്റ്റിക് ലുക്കായിരുന്നു. അതുമാത്രമല്ല ഒരു പ്രൈഡ്, അതായത് ആരുടെ മുമ്പിലും തല കുനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ നിലമ്പൂർ രാജാവിന് ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രോപ്പർട്ടി റിലേറ്റഡ് ഇഷ്യൂ വന്നു എന്നാണ് പറയുന്നത്. അപ്പം രാജാവിന് ഗുരുവായൂരപ്പനെ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം അവരുടെ ഫാമിലിയും അവരുടെ രാജ്യത്തിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ കാര്യങ്ങൾ നേരില്ലേ, അങ്ങനെ ആ രാജാവ് അന്ന് ഗുരുവായൂരപ്പന് ആ രാജാവിന്റെ അടുത്തുള്ള ഒരു ആനെ നേർന്നു. എല്ലാം നന്നായിട്ട് ആവുകയാണെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കുവാണെങ്കിൽ ഒരു ആനെ ഗുരുവായൂരപ്പന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം രാജാവ് പ്രാർത്ഥിച്ച പോലെ തന്നെ അവരുടെ ഫാമിലിക്കോ അവരുടെ രാജ്യത്തിനോ ഒരു പ്രശ്നം പറ്റിയില്ല. ആ നേർച്ച അന്ന് ജനുവരി 4, 1922 ഈ രാജാവ് ഈ ആനെ ഗുരുവായൂർ നടക്കി വെച്ചു, അതായത് ഗുരുവായൂരപ്പന് കൊടുത്തു. അന്ന് തൊട്ട് ഈ ആന നിലമ്പൂർ രാജാവിന്റെ ആയിരുന്നില്ല, ഗുരുവായൂരപ്പന്റെ സ്വന്തം ആനയായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം ആന ആദ്യമായിട്ട് തന്നെ അമ്പലത്തിൽ വന്നപ്പം ദേവസ്വമാണ് ആനയ്ക്ക് കേശവൻ എന്നുള്ള പേര് കൊടുത്തത്. അപ്പൊ സംസ്കൃതത്തില് കേശവ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഹെയർ, അതായത് നല്ല മുടി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പം അങ്ങനെയാണ് ഗുരുവായൂർ കേശവൻ എന്നുള്ളൊരു പേര് വന്നത്. ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ എത്തിയത് 18ാം വയസ്സിലായിരുന്നു. ഒരു സാധാരണ ആനയെ പോലെ ആയിരുന്നേ ഇല്ല. ഗുരുവായൂർ കേശവന് ഭയങ്കര നീളമുള്ള തുമ്പിക്കൈയായിരുന്നു. അതുമാത്രമല്ല ഹസ്തശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഒരു പെർഫെക്റ്റ് ആനയുടെ ഒരു സ്ട്രക്ചർ ആയിരുന്നു എന്ന്. അപ്പം നെറ്റിയാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൊരു ഷേപ്പ് ആയിരുന്നു. പിന്നെ ബോഡി ഭയങ്കര മസ്കുലർ ബോഡി ആയിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റും ഒരു പ്രൈഡും തോന്നിപ്പോകും. പക്ഷെ ഈ ആനയുടെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മുമ്പിലും തല കുനിക്കില്ല. അപ്പം ഗുരുവായൂർ വന്നപ്പം ഒരു ഒരു ഷോക്കിംഗ് ഇവന്റ് ഉണ്ടായി. പാപ്പാന്മാര് പറയുന്നത് ഒരിക്കലും ഈ ആനയെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല ഒരാളുടെ മുമ്പിൽ. ഇപ്പം രാജാവാണെങ്കിലും ഒരു VIP ആണെങ്കിലും ആരുടെ മുമ്പിലും തല കുനിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ കിഴക്കേ നട എത്തിയപ്പം ഈ ആന, അതായത് ഗുരുവായൂർ കേശവൻ, പെട്ടെന്ന് അവിടെ നിന്ന് ഒരു കാല് മടക്കി, എന്നിട്ട് ഗുരുവായൂരപ്പനെ നോക്കി തല കുനിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത് ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ആൾക്കാര് അതിനെ ശാസ്താംഗ നമസ്കാരം എന്നാണ് പറയുന്നത്, ഒരു ആനയുടെ ശാസ്താംഗ നമസ്കാരം. അന്ന് തൊട്ട് ഗുരുവായൂർ കേശവൻ ഗുരുവായൂരുണ്ടായ എല്ലാ ഒരു ഫെസ്റ്റിവൽ ആണെങ്കിലും എല്ലാ സ്പെഷ്യൽ പരിപാടിക്കും ഗുരുവായൂർ കേശവനായിരുന്നു ആ ഒരു മെയിൻ ആന. 1940s എല്ലാ പരിപാടിയും, 1950s പരിപാടിയും, 1960s, അറൌണ്ട് 54 years ആണ് ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ ഉണ്ടായിരുന്നത്. ഇപ്പം ഗുരുവായൂർ ഉത്സവമാണെങ്കിലും ഗുരുവായൂർ ഏകാദശി ആണെങ്കിലും ഗുരുവായൂർ നടക്കുന്ന എന്ത് സ്പെഷ്യൽ പൂജയാണെങ്കിലും തിടമ്പെടുക്കുന്നത് ഗുരുവായൂർ കേശവനായിരുന്നു. അതുകൊണ്ട് തന്നെ 1973 ദേവസ്വം ബോർഡ് ഈ ഗുരുവായൂർ കേശവന് ഒരു അവാർഡ് കൊടുത്തു, ഗജരാജൻ എന്നുള്ളൊരു അവാർഡ്. അത് ഭയങ്കര വലിയൊരു ടൈറ്റിൽ. ഏറ്റവും ആദ്യമായിട്ട് ഒരു ആനയ്ക്ക് കിട്ടിയൊരു അവാർഡായിരുന്നു. അതായത് ആ ഒരു ഗുരുവായൂർ കേശവനെ പോലെ വേറൊരു ആന ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ കേശവന്റെ ഈ ഒരു കാലത്ത് ഗുരുവായൂർ കേശവൻ തിടമ്പെടുക്കുന്നത് കാണുമ്പം ഈ പാപ്പാന്മാര് തന്നെ പറയും, തിടമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഉള്ളിലിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ ഒരു റെപ്ലിക്ക, അതായത് ചെറിയൊരു ഐഡലാണ്.
ഈ ഗുരുവായൂർ കേശവൻ ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ പാപ്പന്മാര് പറയുമായിരുന്നു, ശരിക്ക് ഗുരുവായൂർ കേശവനല്ല കൊണ്ടുപോകുന്ന ഭഗവാനാണ് കേശവനെ കൊണ്ടുപോകുന്നതിന്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുമാത്രമല്ല, എപ്പം ഒരു ചെണ്ടമേളം തുടങ്ങിയാലോ ഇല്ലെങ്കിൽ മണി അടിക്കുന്ന ശബ്ദം കേട്ടാൽ ഗുരുവായൂർ കേശവന് തന്നെത്താൻ ഒരു സെൻസ് ഓഫ് ഇത് വരും. അതായത് ഈ ഒരു സമയത്ത് പെട്ടെന്ന് എണീക്കണം, ഇല്ലെങ്കിൽ ചെയ്യുന്ന പണി അവിടെ നിർത്തണം. ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഗുരുവായൂർ കേശവനെ ശരിക്കും ഒരു ആനയെ പോലെ അല്ല ആൾക്കാർ നോക്കിയത്, ഒരു ഭക്തനെ പോലെ ട്രീറ്റ് ചെയ്ത്. ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. ഒരിക്കല് ഒരു ഗുരുവായൂർ ഏകാദശിയുടെ ദിവസം ഒരു ആനയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. അപ്പം ഗുരുവായൂർ കേശവൻ ശരിക്കും അന്നത്തെ 2 ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം വേറെ ആനയൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ പരിപാടി ചെയ്യാൻ വേണ്ടി. അതുമാത്രമല്ല, ആ പരിപാടി മുടക്കാനും പറ്റില്ലായിരുന്നു. അപ്പം ഈ പാപ്പാന്മാര് ഗുരുവായൂരപ്പന്റെ തിടമ്പും കൊണ്ട് പോയപ്പം ഗുരുവായൂർ കേശവൻ പെട്ടെന്ന് എണീറ്റ് റെഡിയായി. ആരും അതിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഗുരുവായൂർ കേശവന്റെ ഒരു ആവശ്യം ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിലാക്കിയിട്ട് തന്നെ ആ പരിപാടി ഫുള്ളായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അന്ന് ഗുരുവായൂർ കേശവൻ ഇത് ചെയ്ത കാരണം ആ ഗുരുവായൂർ ഏകാദശിയുടെ ഫെസ്റ്റിവൽ റിച്വൽസ് ഒക്കെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റി. ഇല്ലെങ്കിൽ അത് മുടങ്ങിപ്പോയേനെ. അപ്പം അന്നും ശരിക്ക് ഈ ഗുരുവായൂർ കേശവനല്ല ഗുരുവായൂരപ്പനെ നടത്തിയെന്നാ പറയുന്നത്. ഗുരുവായൂർ കേശവന്റെ ഉള്ളിൽ കൂടെ നടന്നു എന്നാണ് പറയുന്നത്. അത്രയും ഒരു കണക്ഷൻ ആണ് പറയുന്നത്. ഭയങ്കര റെയർ ആയിട്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് അല്ലെ. ഗുരുവായൂർ കേശവന് ഒരുപാട് പാപ്പാന്മാരുണ്ടായിരുന്നു. ഓരോ പാപ്പാന് ഓരോ സ്പെസിഫിക് സെറ്റ് ഓഫ് ജോലിയായിരുന്നു. പന്നങ്കാട്ട് രാജൻ എന്ന് പറഞ്ഞ പാപ്പാന് ഏറ്റവും ഗുരുവായൂർ കേശവന് ഏറ്റവും വിശ്വാസമുള്ള പാപ്പാനായിരുന്നു പന്നങ്കാട്ട് രാജൻ എന്ന് പറഞ്ഞ ഒരാള്. ഈ പാപ്പാന് ശരിക്കും ഗുരുവായൂർ കേശവന്റെ ഓരോ മൂഡ് നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. പിന്നെ ഒരു ഗോവിന്ദൻകുട്ടി ഉണ്ടായിരുന്നു. ഗോവിന്ദനാശാൻ എന്ന് പറഞ്ഞൊരു ഒരു കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു പാപ്പാനായിരുന്നു. ഗുരുവായൂർ കേശവന് എല്ലാ പരിപാടി, അതായത് എല്ലാ ഫെസ്റ്റിവലും എല്ലാ ഈ പരിപാടികൾക്കും അമ്പലം റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നത് ഈ പാപ്പാനായിരുന്നു. പിന്നെ ഒരു ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞൊരു പാപ്പാനുണ്ടായിരുന്നു. ഗോവിന്ദനാശാൻ എന്നാ വിളിക്കണ്ടായിരുന്നത്. കുറച്ച് വലിയൊരു സീനിയർ പാപ്പാനായിരുന്നു. ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഈ പാപ്പാനാണ് ഗുരുവായൂർ കേശവനെ നോക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതും. അതുകൂടാതെ എല്ലാ ദിവസത്തെ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി കുട്ടിക്കാടൻ കേശവൻ എന്ന് പറഞ്ഞൊരു പാപ്പാനുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഗോപാലൻ എന്ന് പറഞ്ഞൊരു പാപ്പാനുണ്ടായിരുന്നു. ആ പാപ്പാനും ഗുരുവായൂർ കേശവന്റെ എന്നും ചെയ്യുന്ന കുളിയും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇനിയും വേറെ കുറെ പാപ്പാന്മാരുണ്ട്, പക്ഷെ ഇവരൊക്കെ ഭയങ്കര മെയിൻ ആൾക്കാരായിരുന്നു. ശരിക്ക് ഈ ആനയ്ക്ക് 11 ഫീറ്റ്, അതായത് 11 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. പിന്നെ ഭയങ്കര നീളമുള്ള ഒരു ട്രങ്കും, അതായത് തുമ്പിക്കൈയും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും എന്ത് ഹ്യൂജ് ആയിരിക്കും. സാധാ ഒരു ആനയെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പേടിയും ഒരു ഇതായി തോന്നുന്നത് അല്ലെ. പക്ഷെ ഈ ഗുരുവായൂർ കേശവൻ എന്ന് പറയുമ്പം ഭയങ്കര ഒരു യുണീക്ക് ഫീച്ചർ ആണ്. അങ്ങനത്തെ ഒരു ആന ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. 2 ഡിസംബർ 1976 ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു. ഗുരുവായൂർ കേശവന് പെട്ടെന്ന് ഏജുകാരനായിരിക്കാം, വയ്യാണ്ടായി. അപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഫുഡ് കഴിക്കല് നിർത്തി പെട്ടെന്ന് എണീച്ചു, കിഴക്കേ നടയുടെ അടുത്ത് പോയി നിന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് കാല് മടക്കി പിന്നെ ഭഗവാന്റെ അടുത്ത് നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. അതായിരുന്നു ഗുരുവായൂർ കേശവന്റെ ഏറ്റവും ലാസ്റ്റത്തെ നമസ്കാരം. അപ്പം അന്ന് ഭയങ്കര ഒരു ആള് മരിക്കണേക്കാളും കൂടുതൽ വിഷമം ഉണ്ടായി ആൾക്കാർക്ക്. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഭഗവാന്റെ ഒരു അംശമായിട്ടാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യേണ്ടായിരുന്നത്. അപ്പം ഈ ആന, അതായത് കേശവൻ ചെരിഞ്ഞു എന്ന് അറിഞ്ഞൊരു ദിവസം ഭയങ്കര വലിയ നാട്ടിൽ, അതായത് കേരളത്തില് വലിയൊരു ഫ്യൂണറൽ ആയിരുന്നു ചെയ്തത്. അതുമാത്രമല്ല, എനിക്ക് തോന്നി അന്നത്തെ ദിവസം അവധി കൊടുക്കുക, അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. കേശവന്റെ, അതായത് ഗുരുവായൂർ കേശവന്റെ ഓർമ്മയ്ക്കായി ഒരു വലിയൊരു പ്രതിമ ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അന്ന് എല്ലാ വർഷവും ആ ദിവസം അവിടെയുള്ള എല്ലാ ആനകളും പോയിട്ട് പൂക്കളൊക്കെ അർപ്പിക്കും. ഗുരുവായൂർ കേശവനെ ഓർക്കും. അത് ഗുരുവായൂർ കേശവന്റെ ഒരു ദിവസമായിട്ടാണ് ഇപ്പോഴും ആൾക്കാര് ഓർക്കുന്നത്. അത് 1976 ആയിരുന്നു. ഇന്നും ആ ഗുരുവായൂർ കേശവന് ഭയങ്കര ആ ഒരു മെമ്മറിയാണ് ആൾക്കാർക്കുള്ളത്. ഗുരുവായൂർ കേശവൻ നമ്മളെ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു ഡിവോഷൻ, അതായത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്പെസിഫിക് ലാംഗ്വേജ് വേണമെന്നില്ല. അതുമാത്രമല്ല, നമ്മൾ എത്ര വലിയതാണെങ്കിലും, ഇൻ സൈസ് വലുതാണെങ്കിലും, ഒരു പൊസിഷൻ വലിയ പൊസിഷനിലാണെങ്കിലും, നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി അത് നമ്മൾ ചെയ്യണം. അതിനൊരു ഡിസിപ്ലിൻ വേണം. അതുമാത്രമല്ല, ചില ആൾക്കാര് ഗുരുവായൂർ കേശവനെ ഒരു ഭക്ത, അതായത് ഗുരുവായൂരപ്പന്റെ ഒരു ഭക്തയായിട്ടാണ് പറയുന്നത്, ഒരു ആനയായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ പറയുന്നത് ഗുരുവായൂരപ്പൻ തന്നെ ചൂസ് ചെയ്തൊരു ആനയായിരുന്നു ഇത്രയും കാലം അവിടെ പണിയെടുക്കാൻ വേണ്ടിയും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും. അപ്പം ശരിക്ക് ഗുരുവായൂർ കേശവൻ എന്ന് പറയുമ്പം ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു ഇത്രയും വലിയ ആനയാണെങ്കിലും ആൾക്കാർക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അത്രയും ഗുരുവായൂരപ്പന്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആനയായിരുന്നു. അപ്പം നിങ്ങൾ എപ്പോഴേലും ഒക്കെ ഗുരുവായൂർ പോവുകയാണെങ്കിൽ അവിടെ ഉള്ള ഒരു ഏറ്റവും വലിയ ഗുരുവായൂർ കേശവന്റെ ആ ഒരു സ്റ്റാച്യു കാണുക, നോക്കുക. അവിടുത്തെ ആ ഒരു ഞാനിപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയായിരിക്കും അല്ലെ? നമ്മളൊന്നും കണ്ടിട്ടില്ല, നമുക്കൊന്നും വീഡിയോസ് പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു, ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെയായിരിക്കും അത്രയും വലിയൊരു ആന അമ്പലത്തിന്റെ ഇടയിൽ കൂടെ നടന്നു വരുന്നത് ഒക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഗൂസ്ബംസ് വരുന്നു. ബട്ട് എനിക്ക് ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ട് തന്നെ തോന്നിയത്. ബിക്കോസ് നമ്മളൊരു ആനയെ ഒരു മൃഗമായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് ശരിക്ക് ഒരു ലവ് ആൻഡ് അഫെക്ഷൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം അവര് തിരിച്ചും നമ്മൾ അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.